ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഒരു ചെറിയ സൂറത്താണ്. ഈ സൂറത്തിൻ്റെ നേട്ടമാണെങ്കിലോ വലിയ നേട്ടമാണ്. ഈ ചെറിയ സൂറത്ത് പനിനീരിലോതി മുഖത്ത് തെളിച്ചാൽ, മുഖത്ത് തേച്ച് കഴിഞ്ഞാൽ ആ മുഖം തിളങ്ങുന്നതാണ്. മറ്റുള്ള ആളുകൾ നമ്മുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഒരു പ്രകാശം അവർക്ക് അനുഭവപ്പെടും. ഇതുമാത്രമല്ല സൂറത്തിൻ്റെ നേട്ടം എന്ന് പറയുന്നത്, എല്ലാ കാര്യങ്ങൾക്കും ആശ്വാസമാണ് ആ സൂറത്ത്. മുഴുവൻ പ്രയാസങ്ങൾക്കും ആ സൂറത്ത് ആശ്വാസമാണ്. എന്താണ് അതിൻ്റെ കാരണമെന്ന് ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. മുഴുവനായിട്ട് കാണുക പ്രിയപ്പെട്ടവരെ. അതുപോലെ തന്നെ ഈ സൂറത്ത് ജീവിതത്തിൽ പതിവാക്കുന്നവർക്ക് ധാരാളം നേട്ടങ്ങളുണ്ട്. അങ്ങനെയുള്ളൊരു 13 വമ്പൻ നേട്ടങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈ 10 മിനിറ്റിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹു നമ്മുടെ അറിവിലും അമലിലും ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വീഡിയോ മുഴുവനായിട്ട് കാണുക. വേണ്ടപ്പെട്ടവരിലേക്ക് വീഡിയോ എത്തിച്ചു കൊടുക്കുക. നിങ്ങളുടെ ദുആ വസിയത്തുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പ്രിയപ്പെട്ടവരെ. വീഡിയോയിലേക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു. അതിനായി എപ്പോഴും റബ്ബിനോട് ദുആ ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുർആനിലെ ഒരു ചെറിയ സൂറത്തുണ്ട്. ആ സൂറത്തിന് ധാരാളം നേട്ടങ്ങളുണ്ട്. ആ സൂറത്ത് ജീവിതത്തിൽ കൊണ്ടുവരുന്നവർക്ക് ഭയങ്കരമായ നേട്ടമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള ഭയങ്കരമായ നേട്ടമാണ്. ആ സൂറത്ത് ജീവിതത്തിൽ കൊണ്ടുവരുന്നവർക്ക്, പതിവാക്കുന്നവർക്ക് കിട്ടുന്നതായ 13 നേട്ടങ്ങളെ കുറിച്ച് ഇൻഷാ അല്ലാഹ് പറയാം. ആദ്യമായിട്ട് തന്നെ പറയട്ടെ, അത് ഏതാണ് ആ സൂറത്ത് എന്നറിയോ? ഏതാണ് ആ സൂറത്ത്? സൂറത്തുൽ കൗസർ. നമുക്കൊന്ന് ഓതാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅതൈനാകൽ കൗസർ ഫസ്വല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. എന്താ അതിൻ്റെ അർത്ഥം പ്രിയപ്പെട്ടവരെ? നബിയെ, അങ്ങേക്ക് കൗസർ ഞാൻ നൽകി. ഞാൻ അങ്ങേക്ക് കൗസറിനെ നൽകി, അല്ലേ? കൗസർ നമുക്കറിയാം. ഹൗദുൽ കൗസർ നമുക്കറിയുന്നതാണ്. പാലിനേക്കാൾ വെളുത്തതും തേനിനേക്കാൾ മധുരമുള്ളതുമൊക്കെ നമ്മൾ പലപ്പോഴായി വിശേഷണങ്ങൾ പറയാറുള്ള, ആഖിറത്തിൽ ദാഹിച്ച് വലഞ്ഞ് വിഷണ്ണരായി നിൽക്കുന്നവർക്ക് അല്ലാഹു തആല കൊടുക്കുന്ന സമ്മാനം ഹൗദുൽ കൗസർ. കൗസറിനെ നൽകി നബിയെ. ഫസ്വല്ലി ലിറബ്ബിക വൻഹർ. എൻ്റെ റബ്ബിന് വേണ്ടി അങ്ങ് നമസ്കരിക്കുകയും ബലിയർപ്പണം നടത്തുകയും ചെയ്യുക. ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഈ ആയത്തിൻ്റെ വിശദീകരണം, സബബുൻ നുസൂലൊക്കെ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പരമ്പര നഷ്ടപ്പെട്ടു പോയി, മുറിഞ്ഞുപോയി എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ രംഗത്തേക്ക് കടന്നവരാണ്. കളിയാക്കിക്കൊണ്ട്, വിദ്വേഷം വെച്ചുകൊണ്ട്, മുത്തുനബി തങ്ങൾ വാലറ്റുപോയവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. അവിടെ ഖുർആന്റെ അധ്യാപന മറുപടി കടന്നവരാണ്. അങ്ങയോട് വിദ്വേഷം വെച്ച് പുലർത്തിയവനില്ല നബിയെ, അങ്ങയെ വേദനിപ്പിച്ചവനല്ല നബിയെ, ആ മനുഷ്യനാണ് അബ്തർ എന്നുള്ളതാണ് ഖുർആൻ. അബ്തർ എന്ന് പറഞ്ഞാൽ വാലറ്റുപോയവൻ അവനാണ് എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ ഇറങ്ങിയ സംഭവമുള്ള പുണ്യമാക്കപ്പെട്ട സൂറത്ത്. ഇതിൻ്റെ 13 നേട്ടങ്ങൾ പെട്ടെന്ന് തന്നെ പറയാം. ഒന്നാമത്തെ നേട്ടം, മൻ ഖറഅഹ സഖാഹുല്ലാഹു മിൻ അൻഹാരിൽ ജന്ന. ആരെങ്കിലും ഈ സൂറത്തിനെ പാരായണം ചെയ്തു കഴിഞ്ഞാലേ അവനിക്ക് അല്ലാഹു സ്വർഗത്തിൽ നിന്നുള്ള നദിയിൽ നിന്ന് അവനെ കുടിപ്പിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. മനസ്സിലാവുന്നുണ്ടോ? ഒന്നാമത്തെ നേട്ടം അതാണ്. ഇനി 2, ലോകത്ത് എവിടെയെല്ലാം ബലി അറുക്കപ്പെടുന്നോ, അല്ലേ? ബലി അർപ്പണത്തെക്കുറിച്ച് പരാമർശിക്കപ്പെടുന്ന ഒരു സൂറത്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെയെല്ലാം ബലി അർപ്പണം നടത്തുന്നുണ്ടോ അതിൻ്റെയൊക്കെയും എണ്ണത്തിനനുസരിച്ചുള്ള പ്രതിഫലം ആ മനുഷ്യനിക്ക് നൽകപ്പെടുന്നതാണ്. അതാണ് 2ാമത്തെ കാര്യം. 3ാമത്തെ കാര്യം, ഇത് ദിവസവും പാരായണം ചെയ്യുന്നവന് കരുണയുള്ള ഹൃദയമുണ്ടാകും. എങ്ങനെ? കരുണയുള്ള ഹൃദയമുണ്ടാകും. ദേഷ്യമൊക്കെ അങ്ങ് മാറിക്കിട്ടും. വല്ലാത്ത കോപം നിറയ്ക്കുന്ന, ഇപ്പോൾ പലപ്പോഴായി ഭാര്യമാരുടെ പല കമൻറ്റുകളും കാണാറുണ്ട്. ഉസ്താദേ, ഭർത്താവിന് വലിയ കോപമാണ്, ഭർത്താവിന് ഭയങ്കര തൊട്ടതിനും പിടിച്ചതിനും ദേഷ്യമാണ്. ചില ഭർത്താക്കന്മാരെ അറിയിക്കാറുണ്ട്, ഉസ്താദേ ഭാര്യയ്ക്ക് കോപമാണ്, ഭാര്യയ്ക്ക് ഭയങ്കര ദേഷ്യമാണ്, ചോദിക്കുമ്പോൾ എന്ത് ചോദിച്ചാലും പൊട്ടിത്തെറിച്ച മറുപടി പറയാം. അങ്ങനെയൊക്കെ പറഞ്ഞ് ഭാര്യ ഭർത്താക്കന്മാരുടെ വിഷമങ്ങൾ, പ്രിയപ്പെട്ടവരെ, കോപങ്ങൾ, ദേഷ്യങ്ങൾ എല്ലാം മാറാൻ
ഹൃദയത്തിന് ശാന്തത കിട്ടാൻ, എപ്പോഴും ഒരു സമാധാനമായ അന്തരീക്ഷമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അങ്ങനെ കരുണയുള്ള ഒരു ഹൃദയം ഉണ്ടാകാൻ, പ്രിയപ്പെട്ടവരെ, കരുണയുള്ള ഒരു ഹൃദയം ഉണ്ടാകാൻ ഇൻഷാ അള്ളാഹ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അള്ളാഹു ഭാഗ്യം തരട്ടെ. അപ്പോൾ മൂന്നാമത്തെ കാര്യം അതാണ്. നാലാമത്തെ നേട്ടം എന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ? മക്കളുടെ മോശമായ സ്വഭാവം. പല മക്കൾക്കും പല വിധത്തിലുള്ള മോശത്തരങ്ങളിലേക്കും തിന്മകളിലേക്കുമൊക്കെ കടന്നു പോകപ്പെട്ട മക്കളുണ്ടാകാം. അവർക്ക് പലതരത്തിലുള്ള മോശപ്പെട്ട സ്വഭാവങ്ങൾ ഉണ്ടാകാം. അങ്ങനെയുള്ള മക്കൾക്ക് ഈ വിശുദ്ധമാക്കപ്പെട്ട സൂറത്തുൽ കൗസർ ഒരു ഗ്ലാസ് വെള്ളമെടുക്കുക, അവർക്ക് ഓതി മന്ത്രിച്ച് ഇഷ്ഫി എന്ന് പറഞ്ഞ് ഓതി കൊടുത്തു കഴിഞ്ഞാൽ ആ മക്കളുടെ മോശമായ സ്വഭാവങ്ങൾ നമുക്ക് വളരെ ചെറിയ പ്രായത്തിലേ തന്നെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഉള്ളിലുള്ള മോശത്തരങ്ങളൊക്കെ അള്ളാഹു തആല എടുത്തു മാറ്റിക്കൊടുക്കും. മനസ്സിലാകുന്നുണ്ടോ? അള്ളാഹു ഭാഗ്യം തരട്ടെ. അഞ്ചാമത്തെ ഏറ്റവും വലിയ നേട്ടമാണ് പ്രിയപ്പെട്ടവരെ, ഈമാൻ നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിച്ച് കിട്ടും എന്നുള്ളത്. ഈമാൻ ഉറക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഒരു തെന്മകളിലേക്കും കടന്നു പോകാതെ ഈമാൻ ഉറച്ച ഒരു ജീവിതം നമുക്ക് ലഭിക്കും. അള്ളാഹുവിൽ അമിതമായ വിശ്വാസം നമുക്കുണ്ടാകും. അള്ളാഹുവിൻ്റെ സിഫത്തുകളിൽ, അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു തരുന്ന സകലമാന ആയാത്തുകളിലും ദൃഷ്ടാന്തങ്ങളിലും നമുക്ക് വല്ലാത്ത വിശ്വാസം തോന്നും, യഖീൻ ഉണ്ടാകും. അവിടെയാണ് പ്രിയപ്പെട്ടവരെ ഈ കൗസർ എന്ന സൂറത്തിൻ്റെ വിജയം പതിവാക്കുന്നവർക്ക് അള്ളാഹു ഈമാനിൽ യഖീൻ കൊടുക്കും, ഉറപ്പുള്ള ഈമാൻ കൊടുക്കും. അത് അഞ്ചാമത്തെ നേട്ടമാണ്. ആറാമത്തെ നേട്ടം, മഴ പെയ്യുന്ന സമയത്ത് ആരെങ്കിലും ഇത് ഓതിയിട്ടൊന്ന് ദുആ ചെയ്ത് കഴിഞ്ഞാൽ, ഈ സൂറത്തുൽ കൗസർ ഒരു വട്ടം ഒന്ന് പാരായണം ചെയ്തു എന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ആ ദുആ അള്ളാഹു തആല എന്ത് ചെയ്യും? സ്വീകരിക്കുന്നതാണ്. നമ്മുടെ ഏത് ആവശ്യം അള്ളാഹുവിനോട് പറയാൻ പറ്റിയൊരു വലിയ സമയമാണ്. ഇപ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്ന ഒരു മഴക്കാലത്തിൻ്റെ വേളയാണ്, കർക്കിടകമാണ്. അപ്പോൾ ഈ വേളകളിൽ നമ്മളൊന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്ത് കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, മഴ പെയ്യുമ്പോൾ ഈ ഒരു സൂറത്തൊന്ന് പാരായണം ചെയ്തിട്ട് റബ്ബിനോട് നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞാൽ ഏത് ആവശ്യവും അള്ളാഹു സുബ്ഹാനഹു വ തആല നടത്തിത്തരും, തീർച്ചയാണ്. അപ്പോൾ ആറാമത്തെ കാര്യം അതാണ്. ഏഴാമത്തെ കാര്യം, വെള്ളിയാഴ്ച രാവിലോ പകലിലോ 100 പ്രാവശ്യം സൂറത്തുൽ കൗസർ പാരായണം ചെയ്തിട്ട് 100 സ്വലാത്ത് ചൊല്ലിയിട്ട് അന്ന് രാത്രി കിടന്നുറങ്ങിയാൽ ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണാമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരാൻ. 100 കൗസർ, സൂറത്തുൽ കൗസർ 100 പ്രാവശ്യം 100 സ്വലാത്തില്ല, കിടന്നുറങ്ങാം. വെള്ളിയാഴ്ച രാവിലെ ആകണമെന്നുള്ളൂ. ഇൻഷാല്ലാ ചെയ്യൂലേ? ഇൻഷാല്ലാ ചെയ്യും ഉസ്താദ് എന്ന് കമൻറ്റിൽ അറിയിക്കും പ്രിയപ്പെട്ടവരെ. അള്ളാഹു ഭാഗ്യം തരട്ടെ. എട്ടാമത്തെ കാര്യം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള നമ്മോടുള്ള സ്നേഹം എന്ത് ചെയ്യും? വർദ്ധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്കും അവിടുത്തോടുള്ള സ്നേഹം എന്ത് ചെയ്യും? വർദ്ധിച്ചുകൊണ്ട് നമുക്ക് വല്ലാത്ത സ്നേഹവും മഹബത്തും ഉണ്ടാകും. ഈ സൂറത്ത് ദിവസവും പാരായണം ചെയ്യുന്നവർക്ക് അള്ളാഹു കൊടുക്കുന്ന വലിയ അനുഗ്രഹമാണ് അല്ലേ? എന്തൊക്കെ അനുഗ്രഹങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടും നബിയോട് സ്നേഹമില്ല എങ്കിൽ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അത് വല്ലാത്ത അപകടമാണ്. ഒമ്പതാമത്തെ നേട്ടം, ഇത് എഴുതിയിട്ടൊന്ന് കുടിച്ചാൽ ബറക്കത്തുണ്ടാകും. എങ്ങനെ? നമ്മൾ ഗർഭിണികൾക്ക് വളരെ നല്ലതാണ്, ഇപ്പോൾ സാധാരണ ആളുകൾക്ക് നല്ലതാണ്, ഗർഭിണികൾക്ക് ഏറെ നല്ലതാണ്, ഉപകാരപ്പെടും. പ്ലേറ്റിൽ പനിനീര് കൊണ്ടൊക്കെ എഴുതി കുടിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. ഈ സൂറത്ത് അതിലേക്കൊന്ന് എഴുതുക, ആ വെള്ളം എന്ത് ചെയ്യുക? കുടിക്കുക. അള്ളാഹു ഭാഗ്യം തരട്ടെ. വലിയ വലിയ നേട്ടമാണ് പ്രിയപ്പെട്ടവർ അത് കാരണമായിട്ടുണ്ടാകുന്നത്. പത്താമത്തെ നേട്ടം, അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ കാര്യം അതാണ്. പനിനീരിൽ ഊതി മുഖത്ത് തേച്ചാൽ സൗന്ദര്യം വർദ്ധിക്കുമെന്നുള്ളതാണ്. മുഖം തിളങ്ങും പ്രകാശം പോലെ. ഖുർആനാണ് പ്രിയപ്പെട്ടവരെ. ആ ഖുർആനിൻ്റെ ഒരു വല്ലാത്ത മുഅ്ജിസത്ത്, ആ ഖുർആനിൻ്റെ വലിയ പവർ, അമാനുഷികത നമ്മിലേക്ക് അത് പ്രതിഫലിക്കും, ഉറപ്പാണ്. എന്താ ചെയ്യേണ്ടത്? പനിനീരിൽ ഓതുക. ഇച്ചിരി പനിനീരെടുക്കുക, എന്നിട്ട് അതിൽ ഈ സൂറത്തുൽ കൗസർ പാരായണം ചെയ്തിട്ട് ഊതുക. എന്നിട്ട് ആ വെള്ളമെടുത്ത് മുഖത്തേക്ക് തടവുക. വലിയ മാറ്റമുണ്ടാകും മുഖത്ത്. ചില ആളുകൾ കറുപ്പാണെങ്കിലും വല്ലാത്ത സൗന്ദര്യം, ചില ആളുകൾ വെളുപ്പാണെങ്കിലും സൗന്ദര്യം ഉണ്ടാവില്ല, സൗന്ദര്യം അനുഭവപ്പെടില്ല. അപ്പോൾ മറ്റുള്ളവരുടെ കണ്ണിൽ അള്ളാഹു തആല എന്ത് ചെയ്തു തരും? സൗന്ദര്യം തോന്നിപ്പിച്ചു തരും. എങ്ങനെ? ഈ പനിനീരിൽ ഈ സൂറത്ത് ഊതി മുഖത്ത് തേച്ചാൽ. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 11ാമത്തെ നേട്ടം, എന്ത് വിഷമമുണ്ടെങ്കിലും, എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും, എന്ത് ദുഃഖങ്ങളുണ്ടെങ്കിലും ഈ സൂറത്ത് 111 പ്രാവശ്യം മോദി അള്ളാഹുവിനോട് എന്ത് ദുആ ചെയ്താലും അള്ളാഹു സ്വീകരിക്കും. 111 പ്രാവശ്യം മോദി എന്തു പറഞ്ഞാലും അള്ളാഹു ദുആ സ്വീകരിക്കും. അപ്പോൾ വിഷമങ്ങൾ, പ്രയാസങ്ങൾ പറയുന്നവർ, കമൻറ്റ് സെക്ഷനുകളിൽ അറിയിക്കുന്നവർ ഇതൊന്ന് ചെയ്തു വെക്കും പ്രിയപ്പെട്ടവരെ. വിശ്വാസത്തിൽ ഈമാനോട് ചെയ്യാം. 111 പ്രാവശ്യം മോദിയിട്ട് എന്ത് ചെയ്യാം? അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അള്ളാഹു ഭാഗ്യം തരട്ടെ. 12ാമത്തെ കാര്യം, ഈ സൂറത്തിനെ പാരായണം ചെയ്യുന്നവർക്ക് അള്ളാഹു ഒരു ഖത്മ് ഓതിയ പ്രതിഫലം ലഭിക്കും എന്നുള്ളതാണ്. 13ാമത്തെ നേട്ടം,
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആശ്വാസമായിട്ട് ഇറങ്ങിയ സൂറത്താണ് അല്ലേ. മുത്തുനബികളെ ആൾക്കാർ വാലറ്റ് പോയവനെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് കളിയാക്കിയപ്പോൾ അവർക്കൊക്കെയും ചുട്ട മറുപടിയുമായിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ ഇറക്കിയതാണ്. ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. നബി അങ്ങയോട് വിദ്വേഷം വെച്ചവരാണ് നബിയെ യഥാർത്ഥ വാലറ്റ് പോയവരെന്ന് ഖുർആൻ മറുപടി കൊടുത്ത പുണ്യമാക്കപ്പെട്ട നബി തങ്ങൾക്ക് ആശ്വാസമായിട്ട് ഇറക്കപ്പെട്ട വിശുദ്ധമാക്കപ്പെട്ട സൂറത്ത്. ഈ സൂറത്ത് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ, പതിവാക്കി കഴിഞ്ഞാൽ, ഇതാണ് 13 വമ്പൻ നേട്ടങ്ങൾ ഈ പറയപ്പെട്ടതാണ്. വളരെ പെട്ടെന്നാണ് ഞാൻ പറഞ്ഞത്, സമയമില്ലാത്തതുകൊണ്ട്. പ്രിയപ്പെട്ടവർ, ഏതായാലും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയത്തുകൾ അറിയിക്കുന്നുണ്ട് കമന്റ് ബോക്സിലും അല്ലാതെയുമൊക്കെ. അള്ളാഹു അവരുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കട്ടെ. അവരുടെ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾക്ക് അള്ളാഹു പരിഹാരം കൊടുക്കട്ടെ. കടങ്ങൾ അള്ളാഹു വീട്ടി കൊടുക്കട്ടെ. കഷ്ടതകൾ അള്ളാഹു നീക്കി കൊടുക്കട്ടെ. ദുആ ചെയ്യണം പ്രിയപ്പെട്ടവരെ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വ ആഖിറു ദഅവതി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.